ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒല്ലൂർ പള്ളി പെരുന്നാൾക്ക് പോയ വിശേഷങ്ങളായാലോ. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഒല്ലൂർ പള്ളി പെരുന്നാൾക്ക് പോയാലും ചോദിച്ചത്. അപ്പോൾ വേഗം തന്നെ ഡ്രസ് സ്മാർട്ട് റെഡിയായി ഇറങ്ങി. ബീച്ചിൽ നിന്ന് ഒല്ലൂർക്ക് എത്തേണ്ട സമയം ഒരു ഏകദേശം 8 മണിയായിട്ടുണ്ടാവും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പള്ളി എത്താറാവേ കണ്ട് തിരക്ക് കൂടി വന്നായിരുന്നു കേട്ടോ. റോട്ടിലൊക്കെ നല്ല തിരക്കായി. ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് നടക്കുക ചെയ്തത്. ഒല്ലൂർ പള്ളി പെരുന്നാൾക്കായാലും മരത്താര പള്ളി പെരുന്നാൾക്കായാലും എത്താൻ പറ്റുന്ന കൊല്ലങ്ങളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. കുഞ്ഞായിട്ടുള്ള ആ ഒരു കൊല്ലം മാത്രമാണ് നമ്മൾ പോവാതിരുന്നിട്ടുള്ളൂ. എനിക്ക് അവിടുത്തെ മെയിനായിട്ടുള്ളത് ഫുള്ളായിട്ട് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. നല്ല രസമാണ്. അവിടേക്ക് എത്തനോടുകൂടി കാണാൻ പറ്റണ ആ ഒരു വ്യൂ അടിപൊളിയാണ്. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയി നിന്നത്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പള്ളിയിലോട്ട് എത്തുന്ന ആ വഴികളെല്ലാം കണ്ട് ഇങ്ങനെ മാല ബൾബ് ഇട്ടിട്ടുണ്ടാവും. ആ ഒരു വഴി തന്നെ കാണാൻ നല്ല രസമാണ്. പിന്നെ നമ്മൾ പള്ളിയുടെ കയറി പ്രാർത്ഥിച്ചു. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പള്ളിയുമ്പത്തെ ലൈറ്റ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം വീഡിയോ എടുത്തു. അവിടെ 2-3 സെൽഫീസൊക്കെ എടുത്തു. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം കുഞ്ഞിനും കൊണ്ട് റൈഡുകളിലേക്ക് പോകാന്നുള്ളതാണ്. അവിടെ കുറേ റൈഡുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. തൃശ്ശൂർ എക്സിബിഷന് പോയാലും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. റൈഡുകൾ ഉണ്ടെങ്കിൽ നമ്മളവിടെ പോയി കുഞ്ഞിക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴും നിറയെ ഉണ്ടായിരുന്നു. അതിൽ കുഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ട്രെയിനാണ്. എന്നാൽ പിന്നെ നമുക്ക് ട്രെയിനിൽ കയറാമെന്നും പറഞ്ഞ് അച്ഛയും മോളും കൂടി പോയി. ഞാൻ പോകാറില്ല കേട്ടോ. എപ്പോഴും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്കും അവർ 2 പേരും കൂടെ പോകാറുള്ളത്. എനിക്കൊരു ഇച്ചിരി പേടിയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഉണ്ണീനെയും കൊണ്ടിരിക്കണം. അന്നും കൊണ്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് സീറ്റിൽ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആശാത്തിയും കൂടിയിട്ട്. അങ്ങനെ ആ ഒരു എൻജോയ്മെൻ്റൊക്കെ കഴിഞ്ഞ് അവർ പുറത്തേക്ക് വന്നപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മയെ ഞാൻ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുറത്തോട്ടിലേക്ക് നടക്കാനായിട്ട് ഇറങ്ങി. നടക്കുമ്പോൾ എനിക്ക് പൂരങ്ങളിലും അതേപോലെ പെരുന്നാളിലൊക്കെ ഞാൻ കൂടുതൽ നോക്കുന്നത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരിക്കും. ജസ്റ്റ് ഇങ്ങനെ നോക്കി പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് തൃശ്ശൂർ ഫുട്പാത്തുള്ള സമയത്തും ഞാനിങ്ങനെ നടക്കുമായിരുന്നു. കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഫുട്പാത്ത് വഴി നടക്കും. കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. മേടിക്കൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് ഇങ്ങനെ കണ്ട് നടക്കാൻ എനിക്കതൊരു ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പെരുന്നാൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു ഇത്. അങ്ങനെ കുഞ്ഞിക്ക് ഇതേ ബാറ്റും ബോളും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ സെറ്റായി. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.